ഹായ്, നമസ്കാരം. സ്ത്രീയെ മാനിക്കുക. നമുക്കറിയാം, രാജ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരിക്കലും ഹി എന്നുള്ള വേർഡ് ഉപയോഗിക്കില്ല, ഷീ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുക. ഭാരതമാതാവ്, ഭാരതപിതാവല്ല. അതുപോലെ തന്നെ അമേരിക്കൻസ് പറഞ്ഞാൽ പോലും ഷീ എന്നുള്ള രീതിയിൽ, ഫെമിനൈൻ രീതിയിലാണ് ആ പദം ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം സ്ത്രീക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? കാരണം അവളിലൂടെയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഒരു ബീജം, അതായത് ഒരു വാലും ഒരു തലയുമുള്ള ഒരു ചെറിയ സൂക്ഷ്മാണു, അത് 200 മില്യണിൽ കൂടുതലധികം ഒരു ml സെമനിലുണ്ടാവും. എങ്കിൽ പോലും ആ ഒരു സ്പേം, അല്ലെങ്കിൽ ആ ഒരു ആണുങ്ങളുടെ ഒരു സെക്സ് സെൽ, ആ സെക്സ് സെല്ലിന് ഒരേ ഒരു ഓവത്തിലാണ് സാധാരണയായിട്ട്, അതായത് സ്ത്രീയുടെ ഒരേ ഒരു സെക്സ് സെല്ലിലാണ് അത് പെനട്രേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നോക്കൂ, ഇത്രയധികം 200 മില്യണിൽ കൂടുതൽ ഉള്ള ഈ സ്പേംസ് അല്ലെങ്കിൽ സെക്സ് സെൽസ് വന്നാലും ഒറ്റ ഓവത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ എക്സെല്ലിലേക്കാണ് അത് പെനട്രേറ്റ് ചെയ്ത് കയറുന്നത്. പിന്നീടോ അവൾ ആ ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ, അതായത് ആ ആണുങ്ങളുടെ സെക്സ് സെല്ലും സ്ത്രീയുടെ എഗ്ഗ് അല്ലെങ്കിൽ ഓവവുമായിട്ട് കൂടിച്ചേർന്ന ആ സെല്ലിനെ അവൾ സ്വന്തം ഗർഭാശയത്തിൽ അതിനകത്തേക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നു. എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ? അതിനകത്തേക്ക് വെറുതെ ഒട്ടിച്ച് വയ്ക്കുകയില്ല, അതിനകത്തേക്ക് കുഴിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ ഇരുന്ന് വളരുന്നു. ഗർഭകാലത്ത് അവൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. വല്ലാത്ത ഛർദി, അതുപോലെ തന്നെ മനം പുരട്ടൽ, പിന്നെ വയറുവേദന, വളരെയധികം കഷ്ടപ്പാടുകൾ അവൾ അനുഭവിക്കുന്നുണ്ട്. അതുവരെ ഇല്ലാതിരുന്ന ഇഷ്ടങ്ങൾ അവൾക്ക് വരുന്നു. ആ സമയത്ത് അവൾക്ക് വേണ്ടത്ര കെയർ ആവശ്യമാണ്. നോക്കൂ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ, ഗർഭപാത്രത്തിലാണ് ഒരു ജീവൻ അത് വളർന്നു വരുന്നത്. ആ 9 മാസവും, അതായത് 37 ആഴ്ചയ്ക്ക് ശേഷം 40 ആഴ്ച വരെയുള്ള ആ ദിവസം അവൾ വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും ആ ഗർഭസ്ഥ ശിശുവിന് നൽകുന്നു. അവളുടെ വാക്കുകൾ ഗർഭസ്ഥ ശിശുവിനെ കേൾക്കാമത്രേ. എങ്ങനെയാണ് പ്രഹ്ലാദൻ നാരായണ സ്തുതി കേട്ടത്? വയറിൽ കിടന്നുകൊണ്ടാണ് നാരായണൻ്റെ കീർത്തനങ്ങൾ പ്രഹ്ലാദൻ കേട്ടത്. അതുപോലെ തന്നെ അമ്മയുടെ ശബ്ദം ആ കുഞ്ഞിന് തിരിച്ചറിയാൻ പറ്റും. ആദ്യമായി ആ കുഞ്ഞ് നോക്കുന്നതും അമ്മയുടെ മുഖത്തായിരിക്കും, ചിരിക്കുന്നതും അമ്മയെ കാണുമ്പോഴായിരിക്കും, അച്ഛനെ കാണുമ്പോഴല്ല. ഈ തത്വം നമ്മൾ വേദകാലം മുതൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. നമ്മൾ പറയുമായിരിക്കും, സനാതനധർമ്മത്തിൽ പല അനാവശ്യങ്ങളുമുണ്ട്. നമുക്കിവിടെ സയൻസിന് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ശരിയാണ്, പഴയ കാലത്ത് എഴുതിയ ഗ്രന്ഥങ്ങളിൽ, അന്നത്തെ കാലത്ത് അറിവ് വെച്ച് എഴുതിയ ഗ്രന്ഥങ്ങളിൽ പലതരം അപാകതകൾ ഉണ്ടെന്നിരിക്കാം. പക്ഷേ ഹിന്ദുമതത്തിൽ നോക്കൂ, അവിടെ സ്ത്രീക്ക്, അതായത് ശക്തിക്ക് പരമമായ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഊർജം നൽകുകയാണ്. സപ്തമാതാക്കൾ, ആസുരിക ഗണം, അതായത് നെഗറ്റീവ് എനർജി കൂടിയ ആസുരന്മാർ ഉയർന്നെഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും ദേവി, അതായത് ശക്തിയാണ് അവരെ നിഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവൾ പല ഭാവരൂപങ്ങൾ അവൾ പ്രകടിപ്പിക്കുന്നു. ഭദ്രകാളിയായും, അതുപോലെ തന്നെ രക്തബീജനെ കൊല്ലുന്ന ആ ദേവിയായും, ചണ്ഡികയായും, കുമാരിയായും, അതുപോലെ ബാലയായും, ഗൗരിയായും, ദുർഗയായും, കുമാരിയായും ഒക്കെ അവൾ രൂപം മാറുന്നു. മാതാക്കൾ ഒരുമിച്ച് കൂടുന്നു. നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിച്ചിട്ടുണ്ടോ? അവിടെ സ്ത്രീക്ക് എന്തെല്ലാമാണ് പരിഗണനയെന്ന് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പീഠം, ദേവി ഇരിക്കുന്ന പീഠം, അത് താങ്ങുന്നത് ത്രിമൂർത്തികളും ശിവചൈതന്യവുമാണ്. മാത്രമല്ല, അതിനകത്ത് ദേവിയുടെ യുദ്ധവീര്യം കൂട്ടാൻ വേണ്ടി പലതരം മദ്യം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈന്തപ്പഴത്തിൽ നിന്നുള്ള മദ്യം, പിന്നെ മുന്തിരിയിൽ നിന്നുള്ള മദ്യം,
പിന്നെ അതുപോലെ പൂക്കളിൽ നിന്നുള്ള മദ്യം. എന്നിട്ട് കണ്ണൊക്കെ രൗദ്രമായി രക്താക്ഷിയായി അവൾ ശത്രുക്കളെ നേരിടുന്നു. ദേവിയുടെ അട്ടഹാസം അത് 14 ലോകങ്ങളെയും കിടുക്കുന്നതാണ്, വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ശക്തമായ ശക്തിയോടുകൂടി, വളരെയധികം ഉഗ്രമായ ശക്തിയോടുകൂടി അവൾ, ആ ദേവി, ആസുര ഗുണങ്ങളെ, അസുരന്മാരെ കൊന്നൊടുക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ അസുരന്മാരൊക്കെ പറയുന്നത് സ്ത്രീയാൽ മാത്രം കൊല്ലപ്പെടണമെന്ന്? അവർ വിചാരിച്ചു സ്ത്രീ അബലയല്ലേ, സ്ത്രീക്കൊന്നും പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പുരുഷനേക്കാൾ ബലമുള്ള ഒരു മനസ്സും വിവേകവുമുള്ള ഒരാളാണ് സ്ത്രീ. സ്ത്രീ വിചാരിച്ചാൽ എന്തും നടക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ക്രിസ്തുമതത്തിൽ കന്യകയായ മറിയ, കന്യകയായ മേരി ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ പുത്രനെ സ്വന്തം ഉദരത്തിൽ ചുമന്നു. എന്തെല്ലാം അപവാദങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അവർ ദൈവപുത്രന് ജന്മം നൽകി. ആ കന്യകയായ സ്ത്രീ ഒരു പുത്രന് ജന്മം നൽകുമ്പോൾ കൂടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളും കൂടെ ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ സ്ത്രീക്കാണ് പ്രാധാന്യം നൽകുന്നത്. നമുക്കറിയാം, അമ്മ ദൈവങ്ങൾ ഒത്തിരി ഉള്ളതാണ് നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ. ഭദ്രകാളി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്, നാക്കും ദംഷ്ട്രയും ഒക്കെ ആയിട്ട് വരുന്നത്. ശരിക്കും ഭദ്രകാളി അങ്ങനെയാണോ? ആ ദാരികവധത്തിന് വരുന്ന സമയത്ത് മാത്രമാണ് ഭദ്രകാളി ആ രൂപം സ്വീകരിക്കുന്നത്. അല്ലാത്ത സമയത്ത് സൗമ്യമായ രൂപത്തിലാണ് ഭദ്രകാളി ഉണ്ടാവുക. ഭദ്രം നൽകുന്ന, മംഗളം നൽകുന്ന ദേവിയാണ് ഭദ്രകാളി. കാളി എന്ന പേര് വരാൻ കാരണം അവൾ കറുത്തവളാണ്, ശ്യാമവർണ്ണയാണ്. നിങ്ങൾ ഒരു അമ്മ ദൈവത്തിൻ്റെ മുന്നിൽ, നിങ്ങളുടെ പരദേവത ഒരു അമ്മ ദൈവമാണ്, അല്ലെങ്കിൽ അമ്മ ദൈവത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സലിയും. കാരണം അമ്മയാണ്. മക്കൾ ചെയ്യുന്ന എന്ത് പാപങ്ങളും ക്ഷമിക്കാൻ അമ്മയ്ക്ക് പറ്റും. നിങ്ങളൊരു പ്രധാന കർമ്മം ചെയ്തു നോക്കൂ. എന്തെങ്കിലും നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിഴ ചെയ്തു, നിങ്ങൾ നല്ല ശർക്കര വാങ്ങി ദേവിയുടെ ആ തൃക്കോവിലിന് മുൻപിൽ, ശ്രീകോവിലിന് മുൻപിൽ ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ നിങ്ങൾ വയ്ക്കുക. ആ ശർക്കര അലിയുന്നതിനോടൊപ്പം തന്നെ ആ ദേവിയുടെ നിങ്ങളോടുള്ള ആ അപരാധങ്ങൾ ക്ഷമിക്കാനുള്ള ആ കഴിവ്, ആ മനസ്സലിയുകയും നിങ്ങളുടെ അപരാധങ്ങൾ ക്ഷമാപണം ചെയ്യുക. ഒപ്പം തന്നെ സമസ്താപരാധം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സമസ്താപരാധങ്ങളും പുറത്തു കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്ന ആ നെഗറ്റീവ് എനർജികളുടെ ബ്ലോക്കുകളും മാറിക്കിട്ടും. നോക്കൂ, ദേവിയില്ലാതെ ശിവനില്ല, ശക്തിയില്ലാതെ ശിവനില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ശക്തിയില്ലെങ്കിൽ ശിവനില്ല. മാത്രമല്ല, ബൈബിളിൽ നോക്കൂ, ക്രിസ്തു ആരുടെ വാക്കുകളാണ് അനുസരിച്ചത്? അമ്മയുടെ, സ്വന്തം മാതാവിൻ്റെ. വിവാഹ വീട്ടിൽ വൈൻ തീർന്നപ്പോൾ, അതായത് വീഞ്ഞ് തീർന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കി മാറ്റിയത് സ്വന്തം മാതാവിൻ്റെ ആഗ്രഹപ്രകാരമായിരുന്നു, അല്ലേ? അപ്പോൾ അമ്മയാണ് വലുത്. ഞാനിവിടെ ദേവി അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സങ്കല്പം, അത് ഏറ്റവും അധികം നമ്മുടെ ഒരു പ്രധാന ഒരു കളിക്കാരനിൽ, നമ്മൾ വികൃതിപ്പയ്യൻ, ഫുട്ബോളിലെ വികൃതിപ്പയ്യൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ ആ ഒരു ചൈതന്യം കണ്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും സ്വന്തം മാതാവിനെ സ്വന്തം വീട്ടിൽ കൂടെയാണ് താമസിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്തുകൊണ്ട്? കാരണം തൻ്റെ പ്രശസ്തിക്കും തന്നെ വളർത്തിയെടുത്തതിനും അമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ റൊണാൾഡോയ്ക്കറിയാം. ഏറ്റവും വലുത് അമ്മയാണ്, അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഇതുപോലെയാകട്ടെ ഓരോ മനുഷ്യനും. അമ്മയിൽ ദേവിയെ അവർ ദർശിക്കട്ടെ. അമ്മയെ ദുഃഖിപ്പിക്കാതിരിക്കുക. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടപ്പാടുകളും മാറിപ്പോവും, വഴിമാറിപ്പോവും. കാരണം അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് സ്വന്തമായിട്ടല്ല,
സ്വന്തം മക്കൾക്ക് വേണ്ടിയും സ്വന്തം ഭർത്താവിന് വേണ്ടിയുമാണ്. അവരുടെ പ്രാർത്ഥന മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിലെത്തും. അതാണ് സ്ത്രീയുടെ ശക്തി. ഇനിയെങ്കിലും പറയരുത് സ്ത്രീ അബലയാണ്. സ്ത്രീ ബലമുള്ളവളാണ്, അവൾ ശക്തയാണ്, വിവേകമുള്ളവളാണ്.